പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധ നാമത്തിന് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വചനവുമായി നിൽക്കുവാൻ സർവശക്തനായ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടയാക്കി തന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഇന്ന് വചന ചിന്തയ്ക്ക് ആധാരമായി എഫെസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 10-ാം വാക്യം വായിക്കാം. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. അപ്പോസ്തലനായ പൗലോസ് എഴുതിയ 14 ലേഖനങ്ങളിൽ ഒന്നായ എഫെസ്യർക്ക് എഴുതിയ ലേഖനം, അത് കാരാഗ്രഹ ലേഖനങ്ങളിൽ ഒന്നാണ്. എഫെസ്യർ, ഫിലിപ്പിയർ, കൊലോസ്യർ, ഫിലോമോൻ, ഈ കാരാഗ്രഹ ലേഖനങ്ങളിൽ ഒന്നായ ഈ എഫെസ്യർക്ക് എഴുതിയ ലേഖനം താൻ ആ കാരാഗ്രഹത്തിലായിരുന്നപ്പോൾ താൻ എഴുതണമെങ്കിൽ അതിനകത്തൊരു വലിയ ദൈവ പ്രവൃത്തി ഉണ്ട് നിശ്ചയമായിട്ടും. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവേ. സ്തോത്രം. നാം ഫൈനലി നാം ചിന്തിക്കുന്ന കാര്യങ്ങൾ, നാം പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ, പല നമ്മുടെ തലമുറകളുടെ വിഷയങ്ങളാകട്ടെ, നമ്മുടെ വിഷയങ്ങളാകട്ടെ, ഓരോ മണ്ഡലങ്ങളിലും നാം ചിന്തിക്കുന്ന കാര്യത്തിൽ ഫൈനലി നാം ഹല്ലേലൂയ മാനുഷികമായി നാം ഒരു പോയിന്റ് വെക്കും, മാനുഷികമായ ഒരു ആഗ്രഹം നാം ഹല്ലേലൂയ മാറ്റിവെക്കും. പക്ഷേ അത് നടക്കാതെ വരുമ്പോൾ ഹല്ലേലൂയ മാനസികമായി വിഷമങ്ങൾ വരാറുണ്ട്, സങ്കടങ്ങൾ വരാറുണ്ട്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. സ്തോത്ര. മാനുഷികമായി സഹായിക്കുവാൻ, മാനുഷികമായി ആശ്രയം വയ്ക്കുവാൻ, മാനുഷികമായി ഒന്ന് കൈത്താങ്ങുവാൻ ഒരു പരിധിയുണ്ട്. മാനുഷികമായ സഹായങ്ങൾ വ്യർത്ഥമായിരിക്കുമ്പോൾ ദൈവത്തിന്റെ സഹായങ്ങൾ ഹല്ലേലൂയ എന്നും നിലനിൽക്കുന്നതാണ്. ഒടുവിൽ ഹല്ലേലൂയ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിന്. ഒടുവിൽ കർത്താവിൽ ആശ്രയം വെച്ച് അമിത ബലത്തിൽ ശക്തിപ്പെട്ട ഒരു വ്യക്തിക്ക് മാത്രമേ, അനുഭവിച്ചറിഞ്ഞൊരു വ്യക്തിക്ക് മാത്രമേ ഹല്ലേലൂയ അത് നമുക്ക് പ്രസ്താവിക്കുവാൻ, അത് എഴുതി വെക്കുവാൻ സാധിക്കത്തുള്ളൂ. സ്തോത്ര. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാണോ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നത്, അത് ഹല്ലേലൂയ നാം എഴുതി വെക്കുവാൻ, അതുപോലെ തന്നെ നാം മനസ്സിൽ നിന്ന് അത് മാറ്റിക്കളയുകയില്ല. നമ്മുടെ അനുഭവങ്ങൾ നമുക്കൊരു പാഠമാകുകയാണ്. അപ്പോസ്തലനായ പൗലോസ് തന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ തനിക്ക് ദൈവാത്മാവ് വെളിപ്പെടുത്തിയ ഒരു കാര്യമാണ്, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. ഇന്ന് പരിശുദ്ധാത്മാവിന് പറയുവാനുള്ളത്, കർത്താവിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ അടുത്തിട്ടും, ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ഇത്രത്തോളം അടുത്തിട്ടും, ദൈവസന്നിധിയിൽ ഇത്രത്തോളം അടുത്തിട്ടും ഫൈനലി പരാജയപ്പെടുന്ന അവസ്ഥയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ പരാജയപ്പെട്ടു എന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ കർത്താവിന്റെ സന്നിധിയിൽ ഫൈനലി നീ അടുത്തുവാ. രഹസ്യമായി ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ നടുവിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ വിഷയത്തിന് മറുപടി തരിക തന്നെ ചെയ്യും. ഇടവിടാതെ സേവിച്ച് വരുന്ന എൻ്റെ ദൈവം എന്നെ ഹല്ലേലൂയ വിടുവിച്ചാലും ഇല്ലേലോ എൻ്റെ കർത്താവിനെ വിട്ടു മാറത്തില്ല. പുതിയ നിയമത്തിലൊരു വാക്യമുണ്ട്, രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. കർത്താവിന്റെ സന്നിധിയിൽ വിളിച്ചപേക്ഷിക്കുന്ന ജീവിതമേ, നീ പ്രാർത്ഥിക്കുന്നത് വെറുതെയാകത്തില്ല. ഒടുവിൽ കർത്താവിൽ നീ ആശ്രയം വെക്ക്. നിന്റെ ആശ്രയങ്ങൾ ഹല്ലേലൂയ നിന്റേതായ മാനുഷികമായ ചിന്താഗതി മാറ്റിയിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്റെ വിഷയം വെക്കുമെങ്കിൽ, ഈ വിഷയങ്ങൾക്ക്, നീ ഇന്ന് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക്, ഭാരപ്പെടുന്ന വിഷയങ്ങൾക്ക് ദൈവം ഒരു പരിഹാരം തരിക തന്നെ ചെയ്യും. ഒടുവിൽ കർത്താവിൽ ഹല്ലേലൂയ കർത്താവിലും ഹല്ലേലൂയ ഒടുവിൽ കർത്താവിലും ആശ്രയം വെക്കുവാൻ നീ തയ്യാറാണോ? ഹല്ലേലൂയ. പലപ്പോഴും ആൾബലമില്ല, സൈന്യബലമില്ല, അതൊന്ന് ചെയ്യണമെന്നുണ്ട്, ഹല്ലേലൂയ വിളിച്ചു പറയുവാൻ ഒരു വ്യക്തിയില്ല. എന്നെ കേൾക്കുന്ന ജനമേ, നീ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി ദൈവസന്നിധിയിൽ നിലവിളിച്ചു തുടങ്ങിക്കോ. ആ വിഷയത്തിന് ഒരു പരിഹാരം എന്റെ കർത്താവ് ഹല്ലേലൂയ നൽകുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. നാം വിളിക്കുന്ന ദൈവം ഹല്ലേലൂയ സർവശക്തനായ ദൈവമാണ്, സർവജ്ഞാനിയായ ദൈവമാണ്. ഹല്ലേലൂയ. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. എന്റെ കർത്താവ് കൽപ്പിച്ചപ്പോൾ പ്രകൃതി അനുസരിച്ചു എങ്കിൽ കാറ്റിനോട് ഹല്ലേലൂയ അനങ്ങാതിരിക്കുക, കടലിനോട് അനങ്ങാതിരിക്കുക എന്ന് പറഞ്ഞപ്പോൾ പ്രകൃതിയെ ഹല്ലേലൂയ പ്രകൃതിയോട് തന്നെ എന്റെ കർത്താവ് കൽപ്പിച്ചപ്പോൾ പ്രകൃതി തന്നെ അനുസരിച്ചു എങ്കിൽ ദൈവത്തിന്റെ ശക്തി, അമിത ബലം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ.
ഹല്ലേലൂയ. ഒരിക്കൽ ഹല്ലേലൂയ പുരുഷാരത്തിന്റെ നടുവിൽ കൂടെ ഒരു രക്തസ്രാവ സ്ത്രീ ഹല്ലേലൂയ ഒന്ന് ഹല്ലേലൂയ തനിക്ക് ആഗ്രഹമുണ്ട്, എനിക്ക് ഹല്ലേലൂയ സൗഖ്യം പ്രാപിക്കണം. 12 സംവത്സരമായി അവൾ ശാരീരികമായി അനുഭവിക്കുന്ന ആ രോഗത്തിൽ നിന്നൊരു വിടുതല് അവൾക്ക് പ്രാപിക്കണമെന്ന് അവൾക്കും ഉള്ളിൽ ആഗ്രഹമുണ്ട്. അവൾക്കൊരു വിശ്വാസമുണ്ടായിരുന്നു. കർത്താവിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ അവൾ ഹല്ലേലൂയ പുരുഷാരത്തിന്റെ ഇടയ്ക്കൂടെ കടന്നു വന്നിട്ട് കർത്താവിന്റെ തുണിയുടെ തൊങ്ങൽ ഹല്ലേലൂയ തൊട്ട് അവിടെ ദൈവികമായൊരു ശക്തി വ്യാപരിച്ചു. ഒരു മനുഷ്യർക്ക് കഴിയാത്തത്, മനുഷ്യന്റെ വാക്കുകൊണ്ട് കഴിയാത്തത്. പലപ്പോഴും നാം എത്ര വിളിച്ചു പറഞ്ഞിട്ട് ജോലിയുടെ കാര്യങ്ങൾ ക്രമപ്പെടാത്തത്, പലപ്പോഴും നമ്മുടെ ഹല്ലേലൂയ തലമുറയുടെ വിഷയത്തിൻ മധ്യേ, ഭാരപ്പെടുന്ന വിഷയത്തിൻ മധ്യേ പലപ്പോഴും മാനുഷികമായ എല്ലാ കാര്യങ്ങളും ഉണ്ട്, സാമ്പത്തികമായ ഭദ്രതയുണ്ട്. പലപ്പോഴും ആ കാര്യങ്ങൾക്ക് ഹല്ലേലൂയ മുന്നോട്ട് പോകുവാൻ സാധിക്കാതിരിക്കുന്ന വിഷയങ്ങളുടെ നടുവില് ഹല്ലേലൂയ ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടും. ചെറിയ ബലമല്ല, അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. ഹല്ലേലൂയ. എന്റെ ദൈവം സർവശക്തനാണ്, എന്റെ ദൈവം സർവജ്ഞാനിയാണ്, എന്റെ ദൈവം സർവത്തിനും ഉടയവനായ ദൈവമാണ്. കർത്താവിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ മുട്ടുമടക്കുമെങ്കിൽ ആ വിഷയങ്ങൾക്ക് ഹല്ലേലൂയ ദൈവം പൂർണ്ണമായൊരു മറുപടി തരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. മാനുഷികമായി നാം മനസ്സ് ചഞ്ചലിച്ചു പോകരുത്. മനസ്സ് നീറുന്ന അവസ്ഥയിൽ ഇരിക്കുന്ന ജീവിതമേ, നിന്റെ വിഷയത്തിലൊരു മറുപടി തരണമെങ്കിൽ ഫൈനലിൽ കർത്താവിന്റെ സന്നിധിയിൽ വാ. ദൈവത്തിന്റെ സന്നിധിയിൽ നീ അടുത്തു വരുമെങ്കിൽ നീ ചിന്തിക്ക, അമിതമായ ബലം ക്രിസ്തുവിനെ ഉള്ളൂ. ഹല്ലേലൂയ. നാം ഹല്ലേലൂയ മാനുഷികമായി പല വിചാരങ്ങളിൽ കൂടെ ഹല്ലേലൂയ ചിന്തിച്ചു കൂട്ടിയതൊക്കെ വെറുതെയാണ്. എന്റെ കർത്താവ് നമുക്ക് വേണ്ടി ഇറങ്ങി വരുമ്പോൾ മാനുഷികമായ സൈന്യത്തിന്റെ ആവശ്യമില്ല. ദൈവികമായ ഒരു സാന്നിധ്യം നമ്മോട് കൂടെ ഇരുന്നാല് ഹല്ലേലൂയ ദൈവികമായ പ്രവൃത്തി നിശ്ചയമായി നിന്നിൽ കൂടെ ഹല്ലേലൂയ നടക്കുവാനിടയാ. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം പറയുന്നു, എന്നിൽ ആശ്രയം വെക്കുക, എന്നിൽ ആശ്രയം വെക്കുക. ഒടുവിൽ കർത്താവിൽ അവന്റെ അമിത ബലത്തിൽ ശക്തിപ്പെട. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് ആ കാരാഗ്രഹത്തിൽ ഇരുന്നു കൊണ്ട് ആ ലേഖനം എഴുതണമെങ്കിൽ ഹല്ലേലൂയ അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിൽ അവൻ മനുഷ്യനിൽ ആശ്രയിച്ചിട്ടല്ല, ഒടുവിൽ കർത്താവിൽ ആശ്രയം വെച്ചിട്ട് അവന്റെ അമിത ബലത്തില്, ക്രിസ്തുവിന്റെ അമിത ബലത്തിൽ ശക്തിപ്പെട്ടുകൊണ്ടാണ് ഈ ലേഖനങ്ങൾ അവിടെ എഴുതിയത്. സ്തോത്ര. നമ്മുടെ ജീവിതത്തിൽ അനുഭവങ്ങൾ വരുമ്പോൾ അതൊരു പാഠമാക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഒറ്റപ്പെടലിന്റെ അനുഭവങ്ങൾ ഉണ്ടോ? നിന്നെ പുറത്തു കൊണ്ടുവരാനാണ്. നിന്നെ ബന്ധിക്കപ്പെട്ട് ഹല്ലേലൂയ നിന്നെ ആത്മീയമായി മുന്നേറുവാൻ സാധിക്കാതെ ഹല്ലേലൂയ അങ്ങനെ ആയിരിക്കുന്നുണ്ടെങ്കിൽ നിന്നെ ദൈവത്തിന് ആവശ്യമുണ്ട് കുഞ്ഞെ. അപ്പോസ്തലനായ പൗലോസിനെ ചിന്തിക്കാമായിരുന്നു, ഞാൻ കാരാഗ്രഹത്തിലല്ലേ, ഞാൻ ഹല്ലേലൂയ ഇതിനകത്ത് അകപ്പെട്ടു പോയില്ലേ, ബന്ധിക്കപ്പെട്ടിരിക്കുന്നില്ലേ, ഞാൻ ഇങ്ങനെ ആയിരുന്നാ മതി, ഞാൻ എന്റെ ഹല്ലേലൂയ എല്ലാം കഴിഞ്ഞു എന്നല്ല. എന്നെ കേൾക്കുന്ന ജീവിതമേ, ഇന്ന് പകൽക്കാലം അങ്ങനെ ഒരു ചിന്താഗതിയോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഒടുവിൽ കർത്താവില് അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. ഹല്ലേലൂയ. ഫൈനൽ ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധി ഒന്ന് വന്നേ, നിന്റെ വിഷയങ്ങളൊന്ന് കർത്താവിന്റെ കരത്തിലൊന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. ഹല്ലേലൂയ. ശക്തിയുള്ള ദൈവം നമ്മോട് കൂടെയുണ്ടെന്നേ. എന്തിനാ ഭാരപ്പെടുന്നേ, എന്തിനാ പ്രയാസപ്പെടുന്നേ? നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ നടുവില് ഇന്ന് ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തിയുണ്ട്. നിശ്ചയമായിട്ട് കർത്താവിന്റെ വചനത്തിന് ഒരു മാറ്റവും ഇല്ല. വള്ളിക്കോ പുള്ളിക്കോ ഒരു മാറ്റമില്ല. കർത്താവിന്റെ വചനപ്രകാരം മുന്നേറി കഴിഞ്ഞാല്, ദൈവസന്നിധിയിൽ ആശ്രയം വെച്ചാല്, ക്രിസ്തുവിൽ ഒടുവിൽ കർത്താവിലോ അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെട്ട് കഴിഞ്ഞാല് നമ്മുടെ വിഷയങ്ങൾക്ക് കർത്താവ് ഒരു മറുപടി തരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. എന്റെ സ്വർഗത്തിലെ അപ്പച്ചന്റെ സന്നിധിയിൽ ഹല്ലേലൂയ നീ വിഷയം വെച്ചു കൊടുക്ക. പലപ്പോഴും നീ മനസ്സിൽ ഹല്ലേലൂയ അയ്യോ അങ്ങനെ ആയിപ്പോയല്ലോ,
എന്റെ ജീവിതത്തിൽ ഇങ്ങനെ വന്നു പോയല്ലോ എന്ന് മനുഷ്യരോട് പറഞ്ഞു കരയാതെ നീ ദൈവസന്നിധിയിൽ കരയുവാൻ തുടങ്ങിക്കോ. നിമിഷങ്ങൾക്കകം ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തി നിശ്ചയമായും നടക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഏലിയാവിനെ ദൈവം ഉപയോഗിച്ചതുപോലെ, എലീശയെ ദൈവം ഉപയോഗിച്ചതുപോലെ, അനേക സഹോദരിമാരെ ദൈവം ഉപയോഗിച്ചതുപോലെ ഹല്ലേലൂയ എന്നെയും നിന്നെയും ഉപയോഗിക്കുവാൻ എന്റെ കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്ത് ദൈവസന്നിധിയിൽ അടുത്തുവാ. ഹല്ലേലൂയ. പലപ്പോഴും നാം ചിന്തിക്കും മാനുഷികമായ ശക്തി കൊണ്ട് സാധിക്കുമെന്ന്. ഇല്ല കുഞ്ഞെ, ദൈവികമായൊരു സാന്നിധ്യം ഉണ്ടെങ്കിൽ, ദൈവികമായ കരം നമ്മെ പിടിക്കുവാണെങ്കിൽ ഒരിക്കലും കുലുങ്ങി പോകുക എന്റെ കർത്താവ് സമ്മതിക്കത്തില്ല. നീ യഥാർത്ഥ നീതിമാനാണെങ്കിൽ കുലുങ്ങി പോകുക എന്റെ കർത്താവ് സമ്മതിക്കത്തില്ല. ദൈവസന്നിധിയിൽ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ കർത്താവിൽ ആശ്രയം വെച്ചുകൊണ്ട് ഒടുവിൽ കർത്താവിൽ അവന്റെ അമിതമായ ബലത്തിലും ശക്തിപ്പെട്ടുകൊണ്ട് ദൈവികമായിട്ടുള്ള വാഗ്ദത്തങ്ങളെ നേടിയെടുക്കുക. ദൈവികമായ പ്രവൃത്തികൾ നമ്മിൽ കൂടെ, നമ്മുടെ തലമുറയിൽ കൂടെ പ്രാപിച്ചെടുക്കുക. ഇന്ന് പകൽക്കാല സർവശക്തനായ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.